കള്ളൻ 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 രക്ഷിക്കണേ കള്ളൻ കള്ളൻ കേറി കള്ളൻ കള്ളൻ കള്ളനെ പിടിക്കണേ കള്ളൻ 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 രക്ഷിക്കണേ കള്ളനെ പിടിക്കണേ. ചേച്ചി ഞങ്ങളെ വിളിച്ചായിരുന്നോ? ഇനി എന്താ പണി? ഇലക്ട്രിക്കുള്ളതെല്ലാം ഞങ്ങൾ മോഷ്ടിച്ചായിരുന്നല്ലോ. വേറെ വല്ലതും ബാക്കിയുണ്ടോ? അത് ശരി, ഈ സ്വർണമാല മോഷ്ടിക്കാൻ ബാക്കി ഉണ്ടായിരുന്നു. അതിനായിരിക്കും ചിലപ്പോ വിളിച്ചത്. ശരി, നിങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ സാധിച്ചു തന്നിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഞങ്ങളെ കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് എന്ത് കരുതലാണ്. ബൈ ബൈ മേഡം, ബൈ ബൈ. എന്റെ സ്വർണ്ണമാല കൊണ്ടുപോയി ആ കള്ളന്മാരെ പിടിക്ക്. കള്ളൻ കള്ളൻ പോലീസേ, ദേ ആ കള്ളൻ ആകെ ഉണ്ടായിരുന്ന സ്വർണ്ണമാല മോഷ്ടിച്ചോണ്ട് സ്ഥലം വിടുന്നു. എടാ 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 കണാരന്റെ മോനെ, നീ എന്തിനാണ് വണ്ടി ഓടിക്കുന്നേ? ഒന്ന് വിട്ടു പോടാ, കള്ളന്മാര് പൊക്കളയും. മോഷണം നടത്തിയിട്ട് ഈ പോലീസ് മേഡത്തിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാന്ന് കരുതിയോടാ. അതോ ഇത് ഞങ്ങളുടെ മേഡത്തിന്റെ ഒരു സ്റ്റൈൽ അല്ലയോ? ആ, ഇത് മാഡത്തിന്റെ സ്റ്റൈലായിരുന്നോ? എന്നാ പിന്നെ ഇനി ഞങ്ങളുടെ സ്റ്റൈലൊന്ന് കണ്ടു നോക്ക്. എടാ കള്ളം കണാരാ, നീ അതിനൊക്കെ മുമ്പ് ആദ്യം ആരാണെന്നുള്ള സത്യം പറ. മോഷണം പിടിച്ചു പറയും, പോക്കറ്റടിയും, അതാണ് ഞങ്ങളുടെ ജോലി. തുള്ളൽ കള്ളന്മാർ. ബൈ ബൈ. ഞങ്ങൾ ഡയമണ്ട് എക്സിബിഷൻ മോഷ്ടിക്കാൻ വന്നിട്ടുണ്ട്. തടയാൻ പറ്റുന്നുണ്ടെങ്കിൽ തടഞ്ഞോട്ടാ. നിൽക്കാതെ ബഹദൂർ അവരെ ചെന്ന് പിടിക്കേ. എന്തിനടങ്ങിയ ചാടി ചാടി പോന്നെ? മര്യാദക്ക് ഓടിപ്പോടാ. അയ്യോ സോറി മാഡം. കള്ളൻ കള്ളൻ ആരെങ്കിലും പിടിക്കോ? നമ്മുടെ പോലീസ് മേഡത്തിന്റെ ജീപ്പ് കൊണ്ട് മുങ്ങുന്നേ. അല്ലയോ പ്രിയ തസ്കരന്മാരെ, മര്യാദക്ക് ഞങ്ങളുടെ പോലീസ് മേഡത്തിന്റെ ജീപ്പ് ഞങ്ങളുടെ കയ്യിൽ തന്നേക്ക്, കേട്ടല്ലോ? അല്ലെങ്കിൽ പണി കിട്ടുവേ. എടോ, വഴിന്ന് മാറിയേക്കടോ. ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് ഈ ജീപ്പ് അത്യാവശ്യമാണെന്ന്. അത് കഴിഞ്ഞിട്ട് ഇത് തിരിച്ചു നാക്കുന്നേ ഞങ്ങൾ കഷ്ടപ്പെട്ട് കട്ടെടുത്തത് ഈ സാധനം മാത്രം മതിയെന്ന്. വണ്ടി നിങ്ങളെടുത്തോന്ന്. ഞങ്ങളോട് ഉടക്കം വന്ന ഉടച്ച കൈ തരും ഞങ്ങള്. ഏത് വലിയ കള്ളനെയും പിടിക്കും, ഈ അമ്മാവനും അനന്തരവനും. എടാ മച്ചാനെ, നീ ഇവിടുന്ന് വേഗം വണ്ടി എടുക്കുന്നത് നല്ലത്, അല്ലെങ്കിൽ ആ പോലീസ് പെണ്ണുമുള്ള പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരും. വാ വാ, പെട്ടെന്ന് വണ്ടി എടുക്ക്. വാ വാ. എന്റെ പൊന്ന അനന്തരവാ, വിട്ടോടോ. ഇതെന്താണിത്? എന്റെ കണ്ണ് കാണാൻ പറ്റണില്ല. ഇതെന്താണ് പെട്ടെന്ന് പറ്റിയത്? എനിക്ക് കാണാൻ പറ്റണില്ല. എന്റെ മുഖത്ത് നീ തൊക്കുന്നെടുത്ത് മാറ്റാൻ. അമ്മാവനും അനന്തരവനും എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്റെ ജീപ്പാണ് നിങ്ങൾ രക്ഷിച്ചത്, അല്ലെങ്കിൽ ഞാൻ സസ്പെൻഡ് ആയേനെ. ആ കള്ളന്മാരിന്ന് ഡയമണ്ട് മോഷ്ടിക്കാൻ വരുന്നുണ്ടെന്നാ കേട്ടത്. ഒരു വിധേനെ അത് അനുവദിച്ചൂടാ. അമ്മവാ, ആ കള്ളന്മാര് ഭയങ്കര ചാട്ടക്കാരാ. എന്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. ഇതിന് കോജങ്ങളുടെ സഹായം വേണം. നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. അവന്മാരെ തുള്ളലും ചാട്ടവും ഒക്കെ ഞാൻ നിർത്തിച്ചു തരാമെന്നേ. ഇനി അവന്മാര് ജീവിതത്തിൽ ഒരിക്കലും ചാടത്തില്ല, നോക്കിക്കോ. അയ്യോ, നിങ്ങളാരാണ്? നമ്മളെ കണ്ടു കഴിഞ്ഞ ഒരു ചായക്കടക്കാരനെ പോലെ തോന്നുമെങ്കിലും ശരിക്കും മിമിക്രിക്കാരനാണെന്ന്. നിങ്ങൾക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, മുളക് ബിരിയാണി, മുളായി ബിരിയാണി, മുട്ടക്കറിയും പൊട്ടും, താറാവ് പൊരിച്ചത്, താറാവ് നെത്തി പൊരിച്ചത്, ചാള വറ്റിച്ചത്, പീര വറ്റിച്ചത്, കൊയ്മന്തി. എന്റെ പൊന്ന് മിമിക്രി കൊച്ചേട്ടാ, ഒന്ന് നിർത്ത്. നിങ്ങൾ പോയി വേഗം 3 വെജ് ബിരിയാണിയും കൂൾ ഡ്രിങ്ക്സും എടുത്തോണ്ട് വാ. നമ്മുടെ ബിരിയാണി എങ്ങനെയുണ്ട്?
നിങ്ങളോടാണ് ചോദിച്ചത് എങ്ങനെയുണ്ട് ബിരിയാണി എന്ന്. നമ്മൾ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് പറയുന്നത്. പൊട്ടങ്കണാരാ, നീ ഏത് നേരം ഈ ബ്രേക്ക് ചവിട്ടി എന്റെ മേക്കപ്പ് നശിപ്പിക്കുകയാണല്ലോ. നിന്നെ ഞാൻ എന്തുട്ടാ ചെയ്യേണ്ടത്? എന്റെ ദൈവമേ, ആ അമ്മാവനന്തരന്മാർ എന്താ ചെയ്യണേ ഇവിടെ? കൊള്ളാലോ. പോലീസ് മാഡം, എല്ലാം ഞാൻ പറയാം. ഈ ടവറിന്റെ 10ാമത്തെ ഫ്ലോറിൽ ഡയമണ്ട് എക്സിബിഷൻ ആണ്. അത് 1 മണിക്കൂർ കഴിഞ്ഞാ തുടങ്ങുന്നത്. മുക്കിലും മൂലയിലും പോലീസുകാരുണ്ട്. ലിഫ്റ്റിലും സ്റ്റെപ്പിലും 10ാമത്തെ ഫ്ലോർ വരെ പോലീസാ. മാത്രമല്ല CCTV ക്യാമറകളും ഉണ്ട്. ഒരു കള്ളനും ഇതിനകത്ത് കയറാൻ പറ്റില്ല. അഥവാ വന്നാൽ തന്നെ അവന് തിരിച്ചു പോവാനുമാവില്ല. എന്റെ ഈ അനന്തരവൻ ഇവിടെ ഉള്ളപ്പോ, ഈ അമ്മാവൻ ഇവിടെ ഉള്ളപ്പോ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ബി പോസിറ്റീവ്. എടാ അനന്തരവാ, ഞാൻ പറഞ്ഞത് കൂടിപ്പോയിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? മാമാ, എന്തായാലും പറഞ്ഞു പോയില്ലേ, ബാക്കി വരുന്നതൊക്കെ നമുക്ക് നോക്കാന്നേ. കള്ളക്കണാരന്മാരവിടെ നിക്കട്ടാ. നിങ്ങൾ അങ്ങനെ ധൃതി പിടിക്കില്ല. യു ആർ അണ്ടർ അറസ്റ്റ്. തുള്ളൽ കള്ളന്മാരെ, നിങ്ങളുടെ തുള്ളല് കുറച്ച് കൂടുതലായി. ഇന്നാ പിടിച്ചോ. നിക്കടവിടെ, പറയണ കേക്ക് നിക്ക. നിയമത്തിന്റെ കുരിക്കൊന്നും ഈ പോലീസിന്റെ തൊഴിൽന്നും ആർക്കും രക്ഷപ്പെടാനാവില്ല. എന്തുട്ടാണ് എന്റെ കണാരൻ അമ്മാവനന്തരവന്മാരെ? ദേണ്ട, അവര് രക്ഷപ്പെട്ടിട്ടാ. നോക്ക്. അവര് ഫുട്ബോൾ ഗ്രൗണ്ടിലേക്കാ പോകുന്നേ. വേഗം ഇത് വഴി പോയത് ഷോർട്ട് കട്ടാ. ഹലോ പോലീസ് മാഡം, പ്ലാൻ ബിയിലുള്ള സമയമായി. കോച്ചി അങ്കിൾ തന്ന സ്പെഷ്യൽ മാഗ്നറ്റ്സ് ഇല്ലേ, അത് ഉപയോഗിക്കേ. അവര് ഗ്രൗണ്ടിന് നേരെ പോകുന്നേ. എടക്കാണാരം ബെതുറേ, നിർത്തടാ, ചവിട്ടടാ, ബ്രേക്ക് ചവിട്ട്. നമ്മള് കുഴിച്ച് കുഴിയിൽ അവരിപ്പോ വീണുട്ടാ. മച്ചാനെ, ഞാൻ കുടുങ്ങിട്ടാ. ഇവന്മാര് ഇവിടെയൊക്കെ കാന്തം പിടിപ്പിച്ചു വെച്ചേക്കാണ്. രക്ഷിക്കു വച്ചാനെ.
അതേ അനന്തരവാ, ഈ സീറ്റിന് മുകളിലേക്ക് പോകാൻ കഴിയും. ഞാൻ ചെന്ന് അവന്മാരെ പിടിക്കാം. നീ സ്കൂട്ടർ നോക്കിക്കോണേ. ഓക്കേ അമ്മവാ. മാമാ, എന്നെ എന്തിനാ മുകളിലേക്ക് അയച്ചത്? എന്തുട്ടാണ് ഈ കാണിക്കുന്നത്? ആട്ടുതൊട്ടിൽ കളിക്കുന്ന അതോ ഊഞ്ഞാലാടുന്ന? എന്തുട്ടാ നിക്കാൻ വേണ്ട? രക്ഷപ്പെട്ടു. എട കള്ളക്കണരന്മാര് കൊറേ ആയില്ലേ കളി തുടങ്ങിയിട്ട്. ഇനി പോയി ജയിലിൽ റെസ്റ്റ് എടുക്ക്. ഇത് ഞങ്ങളുടെ മാഡത്തിന്റെ കീഴിലൊരു സ്റ്റൈൽ അല്ലയോ? അമ്മാവനും അനന്തരവനും ഒത്തിരി നന്ദിണ്ടാ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഓക്കെ അല്ലേ മാമാ? പെർഫെക്റ്റ്. ഓക്കേ.